السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ഇന്ന് നമ്മൾ പുതിയ പാഠമായി എടുത്തത് സൂറത്തുൽ മുജാദില 28ാമത്തെ ജുസ്ഇൻ്റെ തുടക്കമാണ്. 2 വചനങ്ങൾ ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. قد سمع ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. വതഷ്തകീ ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഇന്നല്ലാഹ ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. സമീഉൻ ബസീർ തൻവീൻ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. ബസീർ റായിന് തർക്കീക്ക് കൊടുത്ത് നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം വഖഫ് ചെയ്യുമ്പോൾ. മിൻകും അടുത്ത വചനത്തിൽ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിക്കണം. മിൻകും മിൻ 2 മീമും ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള മീമാക്കി മണിച്ചോദണം. വീണ്ടും മിൻ നിസാഇഹിം 2 നൂൻ ഇദ്ഗാം ബിഗുന്ന നൽകി ഷദ്ദുള്ള ഒറ്റ നൂൻ മണിച്ചുകൊണ്ട് ഓതുക. നിസാഇഹിം മദ് മുത്തസിൽ വാജിബ് ദീർഘം നൽകൽ നിർബന്ധമാണ് 4-5 ഹർക്കത്തിൽ. മിൻ നിസാഇഹിം മാ ഹുന്ന അവിടെയും മീമിനെ ശേഷമുള്ള മീമിൽ ഇദ്ഗാം ചെയ്ത് മണിച്ചോദണം. ഹുന്ന നൂൻ മുഷദ്ദദ മണിക്കുക. ഉമ്മഹാത്തിഹിം മീം മുഷദ്ദദ മണിക്കുക. ഷദ്ദ നൽകപ്പെട്ട നൂനും മീമും. ഇൻ ഉമ്മഹാത്തുഹും ഇൻ എന്ന നൂനിനെ മണിക്കാൻ അല്പം പോലും മണിക്കാതെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം. മണിക്കാൻ പാടില്ല. ഇൻ ഇൽഹാർ ഹൽക്കി. ഉമ്മഹാത്തുഹും മണിക്കണം. മീം മുഷദ്ദദ ഷദ്ദ് നൽകപ്പെട്ടത്. എന്നാൽ ഉമ്മഹാത്തുഹും എന്ന സുക്കൂൻ നൽകപ്പെട്ട മീമിന് ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. ഇല്ലല്ലായി മദ് മുത്തസിൽ വാജിബ് നൽകണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. വലദ്നഹും ദാലിന് ഖൽഖല നൽകി വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കുക. വഇന്നഹും മണിക്കുക നൂനിനെ. എന്നാൽ മീമിനെ മണിക്കരുത്. ഇൽഹാർ ചെയ്ത് വഇന്നഹും ലയഖൂലൂന മുൻകറൻ സക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മുൻകറം മിൻ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ലയിപ്പിച്ച് മണിക്കണം. മിനൽ ഖൗലി വസൂറാ വഇന്നല്ലാഹ നൂനിനെ ഷദ് നൽകപ്പെട്ടതുകൊണ്ട് മണിച്ചോദണം. ലഅഫുവൻ ഇൽഹാർ ഹൽക്കി വെളിവാക്കണം മണിക്കാതെ. ലഅഫുവൻ ഗഫൂർ. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما
إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور.